പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതി വ്യാപാരികളെ വഴിയാധാരമാക്കിക്കൊണ്ടാണ് നടപ്പാക്കുന്നതെങ്കിൽ പദ്ധതിയെ എതിർക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 57.78 കോടി രൂപയുടെ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം കിഫ്ബി ധനാനുമതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് വ്യാപാരി സംഘടന എതിർപ്പുമായി രംഗത്ത് വന്നത്. വ്യാപാരികളെ വഴിയാധാരമാക്കി പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതി നടപ്പാക്കുന്നതിനെ എതിർക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രാഫിക് ജംഗ്ഷനിലെ 4 റോഡുകളിലും 200 മീറ്റർ ഭാഗം വീതി കൂട്ടുമെന്നാണ് പറയുന്നത്. ഈ സാഹചര്യം ഉണ്ടായാൽ 350 വ്യാപാരികളെയും ഈ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും ബാധിക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നജീബ് കാന്തപുരം MLA ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്നും വ്യാപാരികളുമായി കൂടിയാലോചിക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. പുതിയ പദ്ധതിയെക്കുറിച്ച് MLAയോട് ഞങ്ങൾ 2-3 പ്രാവശ്യം ഫോണിലും ഇതിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ വ്യാപാരികൾക്ക് ദോഷകരമായ രീതിയിൽ ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ KRFB എന്ന് പറഞ്ഞ ഒരു PWയുടെ കീഴിലുള്ള ഒരു പ്രത്യേക വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണെന്ന് MLA പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ഓഫീസ് ഷൊർണൂരാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഷൊർണൂരുമായി ബന്ധപ്പെട്ടപ്പോഴും അതിൻ്റെ ഫൈനൽ രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സത്യത്തിൽ നിങ്ങളെ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വലിയ രീതിയിൽ പെരിന്തൽമണ്ണയുടെ ടൗണിലെ 100-300 വ്യാപാരികളെ പരിപൂർണമായും അവരുടെ വ്യാപാര സ്ഥാപനവും ബിൽഡിങ്ങും നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണെന്ന് ഒരു ഭയാശങ്ക ഞങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം MLA ആദ്യം പറഞ്ഞത് 1 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് 4 റോഡിനും 250 മീറ്റർ നീളത്തിലും. അപ്പോൾ വീതി എത്ര മീറ്ററാണെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അത് വലിയൊരു രീതിയിൽ പെരിന്തൽമണ്ണയിലെ 350ഓളം വ്യാപാര സ്ഥാപനങ്ങളും ആ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും വഴിയാധാരമാകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഇപ്പോൾ MLAയുടെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. MLAയുടെ ഇന്ന് രാവിലെയും കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഒരിക്കലും ആ രീതിയിൽ കാണണ്ട, നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് നിങ്ങൾക്കും കൂടി അനുകൂലമായ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നമുക്കറിയാമല്ലോ, വ്യാപാരികൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഇത്ര വലിയൊരു വാർത്തകൾ വന്നിട്ട് നിങ്ങളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, പത്രങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആശങ്കകളോടുകൂടി പങ്കുവെക്കുകയാണ്. അതോടൊപ്പം മുൻ MLA V ശശികുമാർ മുൻകൈയെടുത്ത് വ്യാപാരികളെ സഹകരിപ്പിച്ച് നടപ്പിലാക്കിയതാണ് നിലവിലെ ട്രാഫിക് പരിഷ്കരണം. ട്രാഫിക് ജംഗ്ഷൻ നവീകരണത്തിന് നീക്കിവെച്ച തുക ഓരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വികസനത്തിന് വ്യാപാരികൾ എതിരില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഈ പ്ലാനും ഇതും ഇപ്പോഴും അപ്രൂവൽ ആയിട്ടില്ല എന്നാണ് MLA ശരിക്കും പറയുന്നത്. പക്ഷേ അപ്രൂവൽ ആകാത്ത ഒരു പദ്ധതിക്ക് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ കിഫ്ബി 57.25 കോടി നൽകിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഈ റോഡ് പണിക്കും ഏകദേശം എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, ആ റോഡിൻ്റെയും അതിൻ്റെ ഡ്രെയിനേജിൻ്റെയും മറ്റു വർക്കുകളൊക്കെ കൂടി ഒരു 100 കോടി രൂപയെങ്കിലും ഈ ടൗൺ വികസനത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ എവിടെയാണ് ഗതാഗത കുരുക്കുന്നത്? ഈ പെരിന്തൽമണ്ണ നിവാസികൾ കൂടിയായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണ ടൗണിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ബ്ലോക്ക് ഇല്ല. അവിടെ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ആ ഒരു മിനിറ്റ് നേരത്തുള്ള ആ റോഡുകളെ അത് തന്നെ ലെഫ്റ്റ് കൂടി പോകുന്ന വാഹനങ്ങളിൽ അവിടെ മറ്റു വാഹനങ്ങൾ കയറി ബ്ലോക്കാക്കുന്ന അത്ര പ്രവണത എന്നല്ലാതെ ഇപ്പോൾ ബ്ലോക്ക് ഉള്ളത് ഈ മറ്റ് ജംഗ്ഷനിലും അതുപോലെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ട്രാഫിക് കുരുക്ക് ഇവിടെ ടൗൺ വികസിച്ചതുകൊണ്ട് യാതൊരു രീതിയിലും തീരുകയില്ല എന്ന് മാത്രമല്ല, കുരുക്ക് വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടത് ബൈപ്പാസുകളുടെ നിർമ്മാണമാണ്. അപ്പോൾ ഇതിന് അനുവദിച്ച ഫണ്ടുകളൊക്കെ ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രദ്ധ MLAയുടെ മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏതായാലും ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വ്യാപാരി സമൂഹത്തിനുള്ള വളരെ ആകാംക്ഷ അത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരത്തിലെ നിലവിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെങ്കിൽ ബൈപ്പാസ് റോഡുകളും ഇടറോഡുകളും വികസിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ K അബ്ദുൽ ലത്തീഫ്, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.